ഹായ് കൂട്ടുകാരെ, പാഴായിപ്പോയ ബൾബ് കൊണ്ടുള്ള 2 ഐഡിയ ആണ് കേട്ടോ ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബൾബിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി എടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള വയറും പിന്നെ കൂടെ തന്നെയുള്ള LED-യും ഒക്കെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഈ 2 പീസ് മാത്രം മതി. ഇതിനെ ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളർ പെയിൻ്റാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പെയിൻറ്റിൻ്റെ കുപ്പിയുടെ ഉള്ളിലോട്ട് ചെറിയൊരു സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഈ ബൾബൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ബ്രഷ് കൊണ്ടുണ്ടെങ്കിലും ചെയ്യാം. ബ്രഷ് ആകുമ്പോൾ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല കേട്ടോ ബൾബിലാവുമ്പോൾ. അതുകൊണ്ട് ഈ ഒരു സ്പോഞ്ചിലാവുമ്പോൾ എളുപ്പം നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം, കൂടാതെ തന്നെ ഫുള്ളായിട്ട് ഫില്ലായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിക്ക് ഈ ഒരു ബൾബ് നല്ല ഫില്ല് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് എടുക്കാം. പെയിൻറ്റ് ചെയ്തെടുത്ത ബൾബ് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലിനെ ഡിസൈൻ ചെയ്ത് തുടങ്ങിയാലോ. അപ്പോൾ ഞാനിതിലോട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ 2 കുഞ്ഞി കണ്ണുകളൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ബ്ലാക്ക് കളറിലെടുത്തിട്ട് ഇതുപോലെ നമുക്ക് റൗണ്ടിന് കണ്ണുകൾ 2 വശവും ഒന്ന് വരച്ചു കൊടുക്കാം. അതിൻ്റെ താഴത്തായിട്ട് ചെറിയൊരു മൂക്കും ഒരു വായും, അത്രയാണ് കേട്ടോ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു കുഞ്ഞി ഇമോജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള ഇമോജീസ് വരച്ചു കൊടുക്കാം. അപ്പോൾ അതാകുമ്പോൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാനും കൂടെ തന്നെ ടേബിൾ ടോപ്പിലൊക്കെ വയ്ക്കാനും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതുപോലെ 2 ഐബ്രോസും ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിരിക്കുന്ന രീതിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മൂക്കൊന്ന് വരച്ചു കൊടുക്കുന്നത് ഇതുപോലൊരു കോൺ ഷേപ്പിലുള്ള മൂക്കാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇനി നമുക്ക് വായും കൂടി വരച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല വിസ്താരത്തിലുള്ള ഒരു ടൈപ്പിലുള്ള ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ കണ്ണുകൾക്ക് ഹൈലൈറ്റ് ആയി ചെയ്യാനായിട്ട് ഇതുപോലെ വൈറ്റ് കളർ പെയിൻ്റ് എടുത്തിട്ട് കണ്ണിന് നടുക്കായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആ ഒരു നോസിന് ചുറ്റിനും കൂടി ഒന്ന് ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വായുടെ ഭാഗത്തും കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബൾബിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള അടുത്ത ഡിസൈൻ ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു റൗണ്ട് സൈസിനുള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്ത് എടുക്കാം. ഈ ഒരു സൈസിന് കട്ട് ചെയ്തെടുത്തിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡ്രൈ ആവാനായിട്ട് വെക്കണം. പിന്നെ എടുത്തേക്കുന്നത് ഒരു പെയിൻറ്റിൻ്റെ അടപ്പാണ് കേട്ടോ, അതും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ച് കളർ പെയിൻറ്റ് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി അടപ്പും കൂടി ഒന്ന് ഡ്രൈ ആവാനായിട്ട് ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഡ്രൈ ആയ പെയിൻറ്റിൻ്റെ അടപ്പിൻ്റെ ഉള്ളിലുള്ള ആ വക്കിലുണ്ടല്ലോ, അവിടെയായിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലൂ വെച്ച് കൊടുക്കാവേ. ഇനി ഈ ഡിസൈൻ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ സെൻട്രലായിട്ട് അടപ്പൊന്ന് വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്ലിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് മുത്തുകളൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ ചുറ്റിനും വെച്ച് ഡിസൈൻ ചെയ്തെടുത്താലും മുത്തോ സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ ഗ്ലിറ്റർ ആകുമ്പോൾ കുറച്ചും കൂടി കാണാനായിട്ട് നല്ല ഗ്ലേസിങ് ആയിരിക്കും. അതിനായിട്ട് ഇത് ചുറ്റിനും ഒന്ന് ചെറുതായിട്ട് ഡോട്ടുകളായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഒരു കുഞ്ഞടപ്പും കൂടി എടുത്തിട്ട് ഈ ബൾബിൻ്റെ ഇതുപോലെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനായിട്ട് ഒന്ന് ബൾബിൻ്റെ താഴെയായിട്ട് ഒരടപ്പും കൂടി വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ടോപ്പിലാണ് കേട്ടോ വരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ താഴത്തായിട്ട് ഒരു ചെറിയ ഡബിൾ സെറ്റ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ ഇത് അങ്ങനെ തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഉള്ളിൽ നമുക്ക് കുറച്ച് മുത്തുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് എടുക്കാനായിട്ടും ഇത് ക്യൂട്ടായിരിക്കും. കൂടാതെ നമ്മൾ ഗാർഡനിലോ അതല്ല ടേബിൾ ടോപ്പിലൊക്കെ ഒരു ഷോ പീസായിട്ട് വയ്ക്കാനും വളരെ ക്യൂട്ടായിരിക്കും കേട്ടോ. അടുത്ത രണ്ടാമത്തെ ഐഡിയ കണ്ടാലോ. അപ്പോൾ നമ്മുടെ ബൾബിൻ്റെ ടോപ്പിലുള്ള ഭാഗമെല്ലാം ഒന്ന് മാറ്റി കൊടുത്തെടുക്കാം. ഇനി ബൾബിൽ ഫുള്ളായിട്ടും ബ്ലാക്ക് കളർ പെയിൻറ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാവേ. അപ്പോൾ നന്നായിട്ട് പെയിൻറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിർത്താനായിട്ട് ഒരു അടപ്പെടുക്കാം. അതിൽ ഗ്ലൂവും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട്
ഇതിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു പാരസെറ്റമോൾ കുപ്പിയുടെ ബോട്ടിലുണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്യാപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ ഒരു വക്കും കൂടി ഓപ്പൺ ആക്കി എടുക്കാം. അതിലേക്ക് ഇതുപോലെ നമുക്ക് കത്രിക കൊണ്ട് നീളത്തിന് ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രത്തോളം കുഞ്ഞു പീസുകളായിരിക്കും അത്രയും വീതി കുറച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. അധികം കട്ടിയില്ലാത്ത ബോട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ടത് കട്ട് ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ ഈ രീതിക്ക് നമ്മുടെ ബോട്ടിലെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഓരോ പീസ് ഇടവിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ടും ഇതൊന്ന് ഇങ്ങനെ എടുക്കണ്ട, ഇടയ്ക്കിടയ്ക്കുള്ള പീസുകൾ ഓരോന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കട്ട് ചെയ്തിരുന്ന ആ ഒരു പീസ് ഈ രീതിക്ക് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിന് ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ വേണമെന്നില്ല, കളർ പേപ്പേഴ്സോ തെർമോക്കോൾ ബോൾസോ ഒക്കെ ആയാലും മതിയാവും. അപ്പോൾ ഇത് ഇത്രയും കളേഴ്സ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഇതിൽ ഓൾറെഡി ഇതിൻ്റെ പുറകിൽ സ്റ്റിക്കറോട് കൂടിയ ഫോം ഷീറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ പീസിലോട്ടും വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഏകദേശം ഇത്രയും ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ബൾബ് എടുത്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പീസ് എക്സ്ട്രാ ഉള്ളതും കൂടി ഒന്ന് ഫില്ല് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞുണർന്നു. അപ്പോൾ എന്തായാലും ഇനി വർക്ക് നടക്കാത്തതുകൊണ്ട് എന്തായാലും ഞാൻ എക്സ്ട്രാ പീസ് ഇരുന്നതിനെ ഇതുപോലെ ബൾബിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ലാതെങ്കിൽ നമ്മുടെ ബൾബിൽ കുറച്ച് പെയിൻറ്റ് ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ രണ്ട് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്ന വീഡിയോസിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.